നമസ്കാരം. അമേരിക്കയുടെ തലവര മാറ്റിയ 60 ദിവസങ്ങളെക്കുറിച്ചാണ് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. അതായത് 2026 ജൂൺ 17 അമേരിക്ക ഇറാൻ താൽക്കാലിക വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു. 60 ദിവസത്തേക്കായിരുന്നു ആ വെടിനിർത്തൽ കരാർ. ഇന്നാണ് ആ വെടിനിർത്തൽ കരാർ അവസാനിക്കുന്നത്, അതായത് ഓഗസ്റ്റ് 17. എന്തായാലും ഈ ഒരു 60 ദിവസം കൊണ്ട് ഇറാൻ എല്ലാം നേടി എന്നുള്ളതാണ്. അത് സത്യമാണ്. ഈ 60 ദിവസം കൊണ്ട് തന്നെയാണ് ഇറാൻ വലിയ തിരിച്ചുവരവ് നടത്തിയത്. അമേരിക്കയെ അഡപടലം അടിച്ച് തരിപ്പണമാക്കിയത് ഈ 60 ദിവസം കൊണ്ടാണ്. ആദ്യത്തെ ദിവസങ്ങളിൽ ഇറാൻ വലിയ രീതിയിൽ തന്നെ ആയുധങ്ങൾ സമാഹരിച്ചു, പ്രതിരോധ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തി. 2026 ഫെബ്രുവരി 28 ആരംഭിച്ച യുദ്ധം, ആ സമയത്ത് നമുക്കറിയാം ടെഹ്റാന്റെ വിവിധ ഭാഗങ്ങളിൽ, ഇറാന്റെ തലസ്ഥാനത്ത് തന്നെ വലിയ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടായി. ഒരുപാട് കെട്ടിടങ്ങൾ തകർന്നു, നിരവധി ആളുകൾ മരിച്ചു. എന്തായാലും പിന്നീട് അമേരിക്കക്ക് അത്തരത്തിലൊരു നീക്കം ഇറാനിൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തി. അതിനുശേഷം ഇറാൻ അമേരിക്കയെ ശക്തമായി തന്നെ തിരിച്ചടിച്ചു. ഇറാൻ തന്നെയാണ് കാരണങ്ങൾ ഉണ്ടാക്കിയത്. ഹോർമൂസിൽ ഇറാൻ പറഞ്ഞ പാതയിലൂടെ സഞ്ചരിക്കാതിരുന്ന ചില കപ്പലുകളെ ഇറാൻ കൈകാര്യം ചെയ്തു. അതിന്റെ ഭാഗമായി അമേരിക്കയുടെ തിരിച്ചടി ഉണ്ടായി. തിരിച്ചടിച്ചതേ അമേരിക്കക്ക് ഓർമ്മയുള്ളൂ. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ മിക്കവാറും ബേസുകൾ അടച്ചുപൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയി. ഖത്തറിലെ അൽ-ഉദൈദ് വ്യോമതാവളത്തിൽ നിന്ന് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ പെട്ടെന്ന് അപ്രത്യക്ഷമായി. കുവൈത്തിൽ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അമേരിക്ക പോയി. അതുപോലെ തന്നെ ബഹ്റൈനിൽ അമേരിക്കയുടെ 5ാം കപ്പൽ പടയ്ക്ക് നേരെ ഉണ്ടായിട്ടുള്ള, അതിന്റെ ആസ്ഥാനത്തിന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണം, വലിയ നാശനഷ്ടം അമേരിക്കക്കുണ്ടായി. ജോർദാനിലേക്ക് തുടർച്ചയായി ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായി. ഈ മിസൈൽ ആക്രമണത്തെ തുടർന്ന് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും റഡാർ സംവിധാനങ്ങളും ഒക്കെ തകർന്ന് തരിപ്പണമായി. ഇറാഖും അതുപോലെ തന്നെ സിറിയയും ഒക്കെ അതിർത്തി പങ്കിടുന്ന പ്രദേശത്ത് അമേരിക്കയുടെ വലിയ ഒരു നിരീക്ഷണ കേന്ദ്രം ഉണ്ടായിരുന്നു. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണ കേന്ദ്രമാണ്. ഈ നിരീക്ഷണ കേന്ദ്രത്തെയും ഇറാൻ ആക്രമിച്ചു. കൃത്യമായി അമേരിക്കയുടെ CIA ആസ്ഥാനങ്ങൾ, ഓഫീസുകൾക്ക് നേരെ പോലും ഇറാന്റെ ആക്രമണം ഉണ്ടായി. വളരെ രഹസ്യമായി പ്രവർത്തിച്ചിരുന്ന കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇറാന്റെ ആക്രമണം ഉണ്ടായത്. എന്തായാലും ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്താൻ റഷ്യ അവരുടെ സാങ്കേതിക വിദ്യ ഇറാന് കൈമാറി എന്നുള്ള ആരോപണം അമേരിക്ക ഉന്നയിച്ചു. എന്തായാലും ഈ സമയങ്ങളിലും ഇവിടെ ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നുമൊക്കെ ആയുധങ്ങൾ സമാഹരിക്കുന്ന കാര്യത്തിലും ഇറാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഇപ്പോൾ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ നടുക്കടലിൽ കൈകാലിട്ടടിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പലിലെ അവസ്ഥയെക്കുറിച്ചുള്ള ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഭക്ഷണമോ വെള്ളമോ കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. നാവികർ മാനസികമായി തകർന്നുപോയി. കടലിലേക്ക് എടുത്തുചാടി ജീവൻ പോലും അവസാനിപ്പിക്കാൻ ഒരു ഘട്ടത്തിൽ സൈനികർ ചിന്തിച്ചു, അത്തരത്തിലൊരു തീരുമാനമെടുത്തു എന്ന വാർത്തകൾ പുറത്തു വന്നു. എന്തായാലും ഇപ്പോൾ USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പൽ അത് കാലിഫോർണിയയിലെ ഹോം പോർട്ടിലേക്ക് പോകുന്നു എന്നൊരു വിവരമാണ് പുറത്തു വരുന്നത്. പകരം മറ്റൊരു കപ്പലിനെ വിന്യസിക്കാൻ അമേരിക്ക തീരുമാനമെടുത്തത്രേ. എന്തായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചർച്ച തുടരണം, വീണ്ടും കരാറിലെത്തണം എന്നൊക്കെയുള്ള ചില ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ അമേരിക്ക പ്രകടിപ്പിക്കുമ്പോൾ മധ്യസ്ഥ രാജ്യങ്ങളോട് ഇറാൻ ചില നിബന്ധനകൾ മുന്നോട്ട് വെക്കുകയാണ്. നേരത്തെ ഒപ്പുവെച്ച ധാരണയനുസരിച്ച് അതിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പാലിക്കാൻ അമേരിക്ക തയ്യാറായാൽ തുടർ ചർച്ചകളാകാം എന്നുള്ളതാണ് ഇവിടെ ഇറാന്റെ നിലപാട്. അത്തരത്തിലുള്ള പ്രതികരണമാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം വളരെ പ്രധാനപ്പെട്ട ചില ഇന്റലിജൻസ് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഒരു നീണ്ട യുദ്ധത്തിലേക്ക്, വിശാലമായൊരു യുദ്ധത്തിലേക്ക് ഇറാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് ആ ഇന്റലിജൻസ് വിവരം. അക്കാര്യം, ആ വിവരവുമായി ബന്ധപ്പെട്ട് ശരിവെക്കുന്ന ചില വിവരങ്ങൾ, ചില പ്രതികരണങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായി. മിനിമം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ ഇരിക്കുന്ന കാലത്തോളം യുദ്ധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും പലപ്പോഴും ഇവിടെ അവധിയെടുത്ത്, ചെറിയ ഒരു ഇടവേളയെടുത്ത് ആ സമയങ്ങളിൽ കൂടുതൽ ആയുധങ്ങൾ സമാഹരിച്ച് ശക്തമായി തിരിച്ചടിക്കുക എന്നുള്ള അമേരിക്കൻ തന്ത്രം അല്ലെങ്കിൽ ഇസ്രായേൽ തന്ത്രം, അത് അതേ രീതിയിൽ തന്നെ കോപ്പിയടിച്ച് ഇറാൻ അത് നടപ്പിലാക്കി. ഇപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ അമേരിക്ക നേരത്തെ എങ്ങനെയാണോ, ഇസ്രായേൽ നേരത്തെ എങ്ങനെയാണോ ഇവിടെ പലപ്പോഴും കരാറിലെത്തി പിന്നീട് പിൻവാതിലിലൂടെ അവർ നടത്തിയ നീക്കങ്ങൾ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് ഇറാനും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓരോരോ വ്യക്തികളെ പ്രത്യേകം ടാർഗറ്റ് ചെയ്ത് അവരെ പിന്തുടർന്ന് അവരെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇറാൻ നടത്തുന്നത്.
അതിൽ ഒന്നാമത്തെ പേരുകാരൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. തുർക്കിയിൽ നാറ്റോ ഉച്ചകോടിക്ക് വന്ന ട്രംപ് ഇവിടെ കാറ്ററിംഗ് ട്രക്കിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ രക്ഷപ്പെട്ടു എന്ന ഒരു വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തു വന്നത്. എന്നാൽ കൂടെയുണ്ടായിരുന്ന മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ള ആളുകളെ എയർഫോഴ്സ് വണ്ണിൽ തന്നെ കയറ്റി വെച്ചു. അവരുടെ ജീവന് പുല്ല് വില പോലും ട്രംപ് കൽപ്പിച്ചില്ല. മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ ട്രംപിന്റെ സ്റ്റാഫിലെ മറ്റ് അംഗങ്ങളുമൊക്കെ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു. ട്രംപ് മാത്രമാണ് ജീവനിൽ ഭയമുള്ളത് കൊണ്ട് മാറി സഞ്ചരിച്ചത്. ട്രംപിന്റെ വിമാനത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ആ വിമാനത്തിൽ ഉണ്ടായിരുന്ന മറ്റുള്ള ആളുകൾ കൊല്ലപ്പെടുമായിരുന്നു. അത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല. ട്രംപ് തുർക്കിയിൽ താമസിച്ചിരുന്ന ഹോട്ടലിന് നേരെ ഇറാൻ മിസൈൽ വർഷിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന ഇന്റലിജൻസ് വിവരം ഇസ്രായേൽ കൈമാറിയപ്പോഴാണ് ട്രംപ് ഇത്തരത്തിലൊക്കെയുള്ള ചില നീക്കങ്ങൾ നടത്തിയത്. എന്തായാലും ഈ കഴിഞ്ഞ 60 ദിവസം, കൃത്യമായി പറഞ്ഞാൽ ജൂൺ 17 മുതൽ ഓഗസ്റ്റ് 17 വരെ, ഇന്നുവരെ നീളുന്ന ഈ 60 ദിവസം അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലവര മാറ്റിയ ദിവസങ്ങൾ തന്നെയാണ്. അതായത് ലോക പോലീസിന് കടുത്ത തിരിച്ചടി കിട്ടിയ ദിവസങ്ങൾ. അതേസമയം ആരും ഒന്നുമല്ല എന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയിരുന്ന ഇറാന്റെ തിരിച്ചുവരവ് നടന്നത്, എല്ലാ നിലക്കും അവർ തിരിച്ചു വന്നത്, വലിയ ആയുധശേഷി അവർ കൈവരിച്ചത് ഈ 60 ദിവസങ്ങൾ കൊണ്ടാണ്. അതിനു മുന്നേ പലപ്പോഴും ഇറാനെതിരെ നടന്ന ആക്രമണങ്ങളിൽ ഇറാന് വലിയ രീതിയിൽ തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ 60 ദിവസത്തെ ഒരു ഗ്യാപ്പ്, അതിന്റെ ആദ്യ സമയങ്ങളിൽ പ്രതിരോധ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തി സർവ്വശക്തിയും എടുത്ത് ഇറാൻ അമേരിക്കക്കെതിരെ തിരിച്ചടിച്ചു. എന്തായാലും ഇന്നത്തെ സാഹചര്യത്തിൽ ഇസ്രായേലും അമേരിക്കയും ഇറാനെ വല്ലാതെ ഭയക്കുകയാണ്. വരും സമയങ്ങളിൽ ഇസ്രായേലിനെതിരെയും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ ബേസുകൾക്ക് നേരെയുമൊക്കെ വിശാലമായ രീതിയിൽ തന്നെ ശക്തമായ ഒരു യുദ്ധത്തിന് ഇറാൻ പദ്ധതിയിടുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൂടെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പുറത്തു വരുന്നുണ്ട്.